നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി കടയിൽ പോയി വെജിറ്റബിൾ ബിരിയാണിക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് ബാക്കി ഒരു 10 രൂപയും കൊടുക്കണം. ആകെ 500 രൂപ കൊടുത്തു വിട്ടെ. പിന്നീട് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി ഇതെന്താ 10 രൂപ ബാക്കിയുള്ളോന്ന് ചോദിക്കണം. ഇത്ര രൂപയായോ? പിന്നെ പച്ചക്കറിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയല്ലേ എന്ന് ശ്രുതി പറയണം. അല്ല ഇത്രയും പച്ചക്കറിക്ക് 490 രൂപയായെന്ന് ചോദിക്കും. അതെ അത്രയും രൂപയെ ഇത് എന്റെ ഈ ബില്ലുണ്ടെന്നൊക്കെ പറയണം. ബില്ല് നോക്കുവാണ്. ഒന്നും മനസ്സിലായില്ല അങ്ങോട്ട് ശ്രുതിക്ക് എന്താന്ന്. ആ സമയത്ത് രേവതി അങ്ങൊന്നു രേവതിയുടെയിലേക്ക് പച്ചക്കറി അങ്ങോട്ട് കൊടുത്തു. രേവതി അങ്ങനെ പച്ചക്കറിയും വാങ്ങിട്ട് ചോദിച്ചു, ഇതിന് 490 രൂപയോ? ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് മനസ്സിലോർക്കുവാണ്. രേവതി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ഇത്രയും വില? 490 രൂപ എല്ലാം കാക്കിലോ വെച്ച് മേടിക്കാനല്ലേ പറഞ്ഞേ, അത്രയും പൈസ ആകുമോ? ആ സമയത്ത് സച്ചി വെച്ച്, സത്യം പറയടാ സുധി, നീ പൈസ അടിച്ചു മാറ്റിയില്ലെന്ന് ചോദിക്കുക. പിന്നെ എനിക്കാന്ന് വെച്ചാൽ പൈസ അടിച്ചു മാറ്റല്ല എന്റെ ജോലി ഇപ്പം. പിന്നെ അടിച്ചു മാറ്റാൻ പണ്ടേ നീ വിദഗ്ധനാണല്ലോ എന്ന് പറയണ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എടാ സുധി നീ പൈസ എടുത്തിട്ടാണെങ്കിൽ അതങ്ങോട്ട് കണക്ക് പറഞ്ഞും കൂടെ കൊടുക്ക്. ഇതേ ഇത്ര രൂപയൊന്നും ഈ പച്ചക്കറിക്ക് ആവില്ല എന്ന് പറയണം. ഇതോടൊപ്പം സുധി പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യം വെച്ചാൽ എന്റെ ഈ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. സുധി വട്ടം നിന്ന് തർക്കിക്കുവാണ്. അപ്പോഴേക്കും കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വന്നു. അവർ തൊട്ടടുത്തായിരുന്ന കട. അപ്പൊ കടയുടെ ഓണർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ കുറെ സമയം സുധീനെ വിളിച്ചായിരുന്നല്ലോ, സുധി പെട്ടെന്ന് കാർ കൊടുത്തും കൂടി പോന്നെന്ന് പറയണം. ഈ സമയത്ത് സച്ചി ചോദിച്ചു, എന്താ ഏട്ടാ കാര്യം? രേവതി എന്നിട്ട് ചോദിച്ചു, അല്ല എന്നാലും ഇത് കുറച്ച് അന്യായം ഏട്ടാ, ഈ 3-5 പച്ചക്കറിക്ക് ഇത്ര 490 രൂപ മേടിക്കാന്ന് പറഞ്ഞാ ഇതെന്താ ഏട്ടാ പൊന്നിന്റെ വിലയായ പച്ചക്കറിക്ക് എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞു, അയ്യോ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. ബില്ലടിക്കുന്ന മെഷീന്റെ ഒരു കംപ്ലൈന്റ് 490 കയറി അടിച്ചു, 190 രൂപ ആയിട്ടുള്ളൂ. പക്ഷെ അതൊന്നും വിളിച്ചു പറയാണ്ട് സുധിയെ വിളിച്ചിട്ട് സുധി നിന്നില്ല. സുധി പെട്ടെന്ന് അതിനെ കാർ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേന്ന് ചോദിക്കുക. ബാക്കി പൈസയും കൂടി ഞാൻ ഇങ്ങോട്ട് വന്ന, അല്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ കള്ളത്തരം കാണിച്ചെന്ന്. അങ്ങനെ സുധിയുടെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ശ്രുതി ചോദിച്ചു, അല്ല സുധി നീ അപ്പം പൈസ എത്രയാന്ന് ചോദിക്കാതെയാണോ സാധനം വാങ്ങിയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ബില്ലടിച്ച് കൈ തന്നപ്പോ സച്ചി പറഞ്ഞു, ബില്ലടിച്ച് കൈ തന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനാ അത് ബില്ലും മേടിച്ച് പണം കൊടുത്ത് ബാക്കി 10 രൂപ കൂടി ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നല്ല കച്ചവടക്കാരൻ. നാളെ ഹോം അപ്ലയൻസസ് ബിസിനസ് നടത്താൻ പോകുന്നവനാണ്. കണക്കിന്റെ ABCD പോലും അറിയത്തില്ല. എത്രയാ എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ടാ ബിസിനസ് നടത്താൻ പോണേന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ ബിസിനസ് നടത്തും സുധി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് എന്താ ഏതാന്ന് വല്ലതും അറിയാവുന്ന ചോദിക്കണം. അത് പിന്നെ അച്ഛാ ഇതല്ല പച്ചക്കറി അല്ല എന്റെ ബിസിനസ്. എടാ പച്ചക്കറി പോലെ ചെറിയ കാര്യത്തിന്റെ കണക്ക് പോലും നിനക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ നീ വലിയ ഫ്രിഡ്ജിന്റെയും ടിവിയുടെയും വാഷിംഗ് മെഷീന്റെ കണക്കുകളൊക്കെ എങ്ങനെ ടാലി ചെയ്യുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കട പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ എന്റെ മോന് സ്ഥിരം ഇതൊന്നും ആയിരുന്നില്ലല്ലോ പരിപാടി, പച്ചക്കറി മേടിയും കാര്യങ്ങളൊക്കെ ഒരബത്തം ആർക്കും പറ്റും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അതെ അതെ പിന്നെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയണം. ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ശ്രുതിയെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. കാരണം എല്ലാവരും മുന്നിൽ നാണം കിടത്തിയില്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അതെ പിന്നെ നാളത്തെ ഒരു വിശേഷമുണ്ട്. നാളത്തെ വിശേഷം നമുക്ക് ഇതേ നല്ല രീതിയിൽ തന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു, അതെന്ത് വിശേഷം അച്ഛാ? എടാ നാളത്തെ ദിവസത്തിന്റെ വിശേഷം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുവാണ്. പിന്നെ സച്ചി ഇങ്ങനെ ആലോചിച്ചു, നാളത്തെ ദിവസത്തിന്റെ വിശേഷം ഇപ്പൊ മനസ്സിലായി. ഇവൻ അച്ഛന്റെ 50 ലക്ഷം കൊണ്ട് ഓടിപ്പോയ ദിവസമല്ല അച്ഛാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി നോക്കി ചിരിക്കുകയാണ്. രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നു. രേവതി അത് മാത്രം സച്ചേണ്ട മനസ്സിലുള്ളോന്ന് ചോദിക്കും. പിന്നെന്താ? പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയണ. രേവതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ എന്ത് വർത്താനാടാ പറഞ്ഞു നിൽക്കും? എന്ത്? എടാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അത് മാത്രമുള്ളോ? നീ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറയണം. പിന്നെന്താ പ്രത്യേകത? എടാ നിന്റെ വെഡിങ് ആനിവേഴ്സറി. അച്ഛൻ ഞാനിത് മറന്നു. എടാ ഇത് രണ്ടും ഒരു ദിവസം അല്ലായിരുന്നോ? പാവം രേവതിക്ക് വിഷമായി. നീ ഒന്ന് പോയി അവളെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ മുറിയിലേക്ക് കയറ്റി വിടുവാണ്. സച്ചി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ദേഷ്യപ്പെട്ട് അവിടെ മുറിയുടെ ഒരു കോണി നിൽക്കുന്നുണ്ട്. സച്ചി എന്നിട്ട് സോറി ഇട്ടോ രേവതി, ഞാൻ അത്ര വിചാരിച്ചില്ല. എന്റെ മനസ്സിൽ നാളത്തെ ദിവസം സുധി പണവും മോഷ്ടിച്ചുകൊണ്ട് പോയ ദിവസമാണെന്ന് പറയണം. കേട്ടപ്പോ രേവതി പറഞ്ഞു, അപ്പൊ എന്റെ കഴുത്തിൽ താലി ആർത്തിയ ദിവസം നീക്ക് ഓർമ്മയില്ലല്ലേ എന്ന് ചോദിക്കുക. അതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മനസ്സിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം എന്നാന്നറിയാവോ? ഞാൻ നിനക്ക് താലി വാങ്ങിച്ചെന്ന് പിന്നെ നമ്മൾ രണ്ടുപേരും ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ചില്ലേ, അതാണ് എന്റെ മനസ്സിൽ വെഡിങ് ആനിവേഴ്സറി. ആ ദിവസമാണ് നിന്നെ ഞാൻ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചെന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഒരു അത്ഭുതത്തോട് കൂട്ടിയിട്ട് സച്ചിയെ നോക്കുകയാണ്. പിന്നീട് രേവതി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ
നമ്മൾ രണ്ടും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നാന്ന് അറിയാവെന്ന് ചോദിക്കുക. അതെന്ത് ചോദ്യമാ? അത് പിന്നെ എനിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുക. എന്ന് അല്ല, നമ്മൾ രണ്ടും കണ്ടുമുട്ടിയത് നിന്നെ കടത്തിക്കൊണ്ട് പോകാൻ ആ ഗജാനന്ദ ശ്രമിച്ച ദിവസം അന്നല്ലേന്ന് ചോദിക്കുകയാണ്. കല്യാണത്തിന് നിന്ന്. ഓ എന്റെ പൊന്ന് സച്ചേട്ട അന്നാണോന്ന് ചോദിക്കുകയാണ്. പിന്നെ ഓ എന്നിട്ടാണോ സച്ചേട്ടൻ പറഞ്ഞേ എനിക്കെല്ലാം അറിയാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ? അതിനു മുമ്പ് നമ്മളെ കണ്ടിട്ടില്ലേന്ന് ചോദിക്കുക. കണ്ടിട്ടുണ്ടോ? അത് ഞാൻ ഓർക്കുന്നില്ല. അതാ പറഞ്ഞത് സച്ചേട്ടൻ എന്നോട് ഇഷ്ടമില്ലാന്ന്. സച്ചേട്ടന് ഇഷ്ടമുണ്ടായിരുന്നു, സച്ചേട്ടൻ ആ കാര്യങ്ങളൊക്കെ ഓർത്താണെന്ന് പറയാണ്. പിന്നീട് രേവതി പറഞ്ഞു, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയത് സച്ചേട്ടൻ ഒരാളെ തല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. പിന്നീട് സച്ചേട്ടൻ്റെ സീരിയലിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളതായിരിക്കും എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം കൊണ്ട് പോണ സമയത്ത്. അന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. സച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു രൂപമായിരുന്നു. ഇത് ഭയങ്കര ദുഷ്ടൻ, ഒരു ഗുണ്ടാന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് സച്ചേട്ടനെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, ആഹാ അത് കൊള്ളാലോ, എന്നിട്ട് ഇപ്പോഴും ആ പേടിയുണ്ടോയെന്ന് ചോദിക്കും. പിന്നെ ഇപ്പോഴാ പേടിയൊന്നുമില്ല, ഇപ്പം എൻ്റെ ഭർത്താവല്ലേന്ന് ചോദിക്കും. ഇപ്പോഴോ? ഇപ്പം പിന്നെ എനിക്ക് സച്ചേട്ടനെ ഇഷ്ടമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടൻ്റെ മനസ്സിലെ സങ്കല്പത്തിലൊരു പെൺകുട്ടിയാണോ ഞാനെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എൻ്റെ മനസ്സിലെ സങ്കല്പം, എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അറിയാം. വെറുതെ കള്ളത്തരം പറയണ്ട, എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു സങ്കല്പവും കാര്യങ്ങളെന്നൊക്കെ പറയണേ. സച്ചി പിന്നീട് പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ മനസ്സ് സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നോട് കൂടിയിട്ട് അതെല്ലാം പോയില്ലെന്ന് ചോദിക്കുക. പോയോ? അപ്പം ഞാൻ അത്ര കൊള്ളില്ലാത്ത പെണ്ണാന്നാണോ പറയണേ? അങ്ങനെയൊന്നുമല്ല, നീ എൻ്റെ സങ്കല്പത്തിനും അപ്പുറമാ. കാരണം നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയണ. അങ്ങനെ അവര് കുറെ സമയം ഇങ്ങനെ സന്തോഷിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സച്ചി ഓട്ടോ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് രേവതി അങ്ങോട്ട് ഹാളിലേക്ക് വരുന്ന സമയത്താണ് അവിടേക്ക് ലക്ഷ്മിയമ്മ വരുന്നത്. അപ്പം പിറ്റേ ദിവസം വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പം അതിനെക്കുറിച്ച് പറയാൻ ലക്ഷ്മിയമ്മ വരികയാണ്. അപ്പം 2-3 കവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ആചാരം അനുസരിച്ച് വീട്ടിൽ വന്ന് വിളിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. ആഹാ ഇതാരെ? ലക്ഷ്മിയ ബാ ഇരിക്കാനൊക്കെ പറയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, രേവതി ചായ എടുക്കാൻ പറയാണ്. ലക്ഷ്മിയ പറഞ്ഞു, എനിക്ക് ചായ ഒന്നും ഇപ്പോൾ വേണ്ടാന്ന് പറയാം. നിങ്ങൾക്കല്ല, എനിക്ക് കുടിക്കാനായിട്ടാന്ന് പറയാണ്. ഈ സമയത്ത് രേവതി പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമേന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് ചായയൊക്കെ ആയിട്ട് വന്ന് ചന്ദ്രയ്ക്ക് ചായയും കൊടുത്തു. ലക്ഷ്മിയമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. ലക്ഷ്മിയമ്മയോട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, അല്ല എന്താ പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ ഈ വരവേൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പം രേവതിയുടെ അമ്മയല്ലേ, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രത്യേക സമയവും കാലവും മുഹൂർത്തവും ഒക്കെ നോക്കണം ചന്ദ്രനെ നിൽക്കും. അല്ല അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല, അതും കൂടി ഞാൻ ചോദിച്ചാന്ന് പറയണേ. പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ നാളെ പിള്ളേരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിക്കണം. ഓ അപ്പം അതിനു വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കണേ. അല്ല അതിന് വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് ക്ഷണിക്കേണ്ട ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേന്ന് ചോദിക്കണം. ഓ അപ്പം അതിനു വേണ്ടി എന്തൊക്കെയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് രേവതിയോട് പറഞ്ഞു, പോയൊരു തട്ടം എടുത്തോണ്ട് ഞാൻ പറയണം. അതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സും പൂവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അതെ രവിയേട്ട ഇതൊന്നും വാങ്ങാൻ പറയണം. ഈ സമയം ചന്ദ്രമതി മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി പിടിക്കാൻ പറയണം. അങ്ങനെ അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ ചന്ദ്രമതി അത് പിടിച്ചു. അതിന് ശേഷം കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലഹാരങ്ങളൊക്കെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആഹാ എപ്പോഴും ആൻറ്റി വന്നേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് വരുവാണ്. വർഷയും ചോദിച്ചു, ആൻറ്റിക്ക് സുഖമൊക്കെ ആണോ, ദേവമൊക്കെ എന്നെ പറയുന്നു എന്നൊക്കെ ചോദിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ചന്ദ്രമതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരും വന്നവിടെ നിപ്പുറപ്പിച്ചു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കവർ കണ്ടു. ഇതിനകത്ത് എന്താ? ഇതിനകത്ത് മുറുക്കാണെന്ന് നിൽക്കണം. അതെ ആഹാ കൊള്ളാലോ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആൻറ്റി ഉണ്ടാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങണം. അപ്പോഴത്തേക്കും ചന്ദ്രമതി തടഞ്ഞു. വേണ്ട വേണ്ട എൻ്റെ മോളെ, ഇതൊക്കെ ഏത് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയതെന്നും പറയാൻ പറ്റുമൊന്നുമില്ല, അന്നും മേടിച്ച് കഴിക്കരുതെന്ന് പറയണം. എൻ്റെ ആൻറ്റി, ഈ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും എന്തായാലും സേഫ് ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാകുന്ന പലഹാരം, എനിക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് പറയണം. പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്തിന് വേണോ? വേണ്ട, അതെ രേവതി അടുത്തേക്ക് വേണ്ടിയിട്ട് അവരുടെ അമ്മ കൊണ്ടുവന്നതല്ലേ, നീ അത് കഴിച്ചു തീർക്കരുതെന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മോനെ, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്, കഴിച്ചോളാനൊക്കെ പറയണം. പക്ഷേ ശ്രുതിക്കും ചന്ദ്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. വർഷ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കുന്നൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വർഷയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആ അസുഖം കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു നോട്ടവും ഇല്ല, നല്ലത് ഇവിടെ കണ്ടാൽ നല്ലതാണെന്ന് പറയുകയും ചെയ്യും. പിന്നീട് വർഷ ശ്രീകാന്തും കൂടെ പോവാണ്. അവർക്ക് സ്റ്റുഡിയോയിലേക്കും ശ്രീകാന്തിന് ജോലിക്കും അങ്ങോട്ട് പോകണമല്ലോ, അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയം ശ്രുതി അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ നാളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇവിടെ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം.
അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മ എന്താ മോളെ സച്ചി ഇല്ലേന്ന് ചോദിക്കണ്ട. സച്ചേടൻ കുറച്ചു മുമ്പ് ഒരു ഓട്ടം പോയെന്ന് പറയണം. ആണോ? പിന്നെ ലക്ഷ്മിയും പറഞ്ഞു, അതെ നിങ്ങളെ വിളിച്ചോണ്ട് പോകാനായിട്ട് കൂടെ നിങ്ങൾ ആ വിളിച്ചോണ്ട് പോകുന്ന കാര്യം പറയാനായിട്ട് വന്നതാന്ന് പറയണേ. ഇനിയിപ്പം നാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകാൻ വരണോ അതോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കണേ. രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ ലക്ഷ്മി നാളെയും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടുന്നേ, ഇവരങ്ങോട്ടേക്ക് വന്നോളും, ഞാൻ ഇവരെ പറഞ്ഞു വിട്ടോളാം എന്നൊക്കെ പറയണം. അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മിയമ്മ ശ്രുതിയോട് ചോദിച്ചു, അല്ല മോൾക്ക് സുഖമുള്ള അല്ലേന്ന് ചോദിക്കണം. അതെ ആൻറ്റി എനിക്ക് സുഖമെന്ന് പറയണം. അല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. അതെ ശ്രുതി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയണം. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ശ്രുതിയോട് ലക്ഷ്മിയമ്മ ചോദിക്കുന്നേ. ആ സമയത്ത് പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല മോളുടെ അച്ഛൻ ജയിലിലല്ലേന്ന് ചോദിക്കുവാണ്. ശ്രുതിക്ക് ഇടിവെട്ടേറ്റോലേ പോയി, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയെന്നൊക്കെ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയെ. അവൾക്ക് നല്ല സങ്കടമുണ്ട്. പേടിക്കൊന്നും വേണ്ട കേട്ടോ മോളെ. അതെ ഇച്ചി കുറച്ച് മാറി ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു നേരം നോയമ്പൊക്കെ നോറ്റി പ്രാർത്ഥിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛൻ പുറത്തു വരും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഇങ്ങനെ നോക്കി. ചന്ദ്രമതി പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതൽ ഇനി എന്താണെന്ന് പറയാനൊന്നും വരണ്ട, പറഞ്ഞു കേട്ടല്ലോ. അവളുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ അച്ഛൻ പുറത്തിറക്കിക്കോളൂ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നപരിഹാരത്തിന് നടക്കുവാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത പറയണം. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, പിന്നെ അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദേവി എന്ന് ജയിലങ്ങോട്ട് തുറന്നു വിടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ കളിയാക്കുവാണ്. ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല മോനെ അത് പിന്നെ ഞാൻ ഒരു നല്ല കാര്യം ആയതുകൊണ്ട് പറഞ്ഞാ, എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പറഞ്ഞെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞാ. പിന്നീട് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് നല്ല വിഷമമാണെന്ന്, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതെ ശ്രുതി മോളുടെ വിഷമം അവള് നോക്കിയോളൂ, നിങ്ങളുടെ കൂടെ തന്നെ പരിഹാരം ഉണ്ടായിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറയണം. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഇങ്ങനെ വീട്ടിൽ വന്ന് കയറുന്നതോടെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ചോദിക്കും. പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം? ഞാൻ പറയും സത്യമായിട്ടുള്ള കാര്യമല്ലേ രവിയേട്ടാ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇവളോട് ആരാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുകയാണ്. രേവതിക്ക് ആ പാടെ സങ്കടമായിപ്പോയി. രേവതി പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, അമ്മേ ദേവുന് കോളേജിൽ പോകണ്ടല്ലേ രാവിലെ, അമ്മ പെട്ടെന്ന് കടയിലേക്ക് അല്ല, സമയം ഇപ്പൊ തന്നെ കുറെ പോയതോടാ. അല്ല മോളെ ഞാൻ അമ്മയോട് എഴുന്നേറ്റ് വരാനല്ലേ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മേനെ പിടിച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുവാണ്. രേവതിക്കറിയാം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് ചന്ദ്രമതി വെറുതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പാവത്തിന് എന്തിനാ വെറുതെ വേദനിപ്പിക്കുന്നത്, അല്ലെ തന്നെ 100 കൂട്ടം ടെൻഷൻ ഉണ്ട് തൻ്റെ അമ്മയ്ക്ക്, അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കൂടെ ആക്കണ്ടെന്ന് കരുതിയിട്ട് രേവതി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് സച്ചി വരുന്നത്. ആഹാ ഇതാരാ? അമ്മ എപ്പോൾ വന്നെന്ന് ചോദിക്കുക. കുറച്ച് സമയമായി മോനെ, നാളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ ക്ഷണിക്കാൻ വന്നതെന്ന് പറയണം. ആണോ? ആഹാ കൊള്ളാലോ, ഇതെന്താ കവറിനകത്ത്? അത് നിൽക്ക് 2 പേർക്കുള്ള ഡ്രസ്സാ, ഇത്രയൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ഓ വരവും പോക്കും കൊണ്ട് ഏതാണ്ട് 50 പവൻ കൊണ്ട് വന്ന പോലെയാണല്ലോ എന്നൊക്കെ പറയണം. സച്ചി പറഞ്ഞു, അമ്മയ്ക്ക് എപ്പോഴും അല്ലെങ്കിൽ പൊന്നിലും പണത്തിലും ഒക്കെയല്ലേ കണക്ക്, എനിക്ക് അതിൻ്റെ അകത്തൊന്നുമല്ലോ കാര്യം ഒന്നുമില്ല എന്ന് പറയണം. ഇനിയിപ്പം അമ്മ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേ അമ്മേ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാനായിട്ട് അമ്മ വന്നല്ലോ, അത് മാത്രം മതി എന്ന് പറയണം. പിന്നെ സച്ചി ആ കവറും കൂടെ മേടിച്ചു. എനിക്കിതൊക്കെ ധാരാളോ, ഇതിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു, ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനമ്മ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മേനെ സമാധാനിപ്പിക്കുകയാണ്. രേവതിക്കും ചെറിയ സന്തോഷമൊക്കെ ആയി. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്കും അല്ലെങ്കിൽ ചന്ദ്രമതിക്കും ഇഷ്ടപ്പെട്ടില്ല. ആ സമയം ശ്രുതിയോട് പറഞ്ഞു, അതെ നിന്റെ വീട്ടിൽ നിന്ന് ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ശ്രുതി ഞെട്ടിത്തരിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.